അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എവിടെ പോവാ? പരീക്ഷയ്ക്ക്. അതെ, ഇത് നമ്മുടെ ക്രിസ്റ്റി പരീക്ഷയ്ക്ക് പോവാണ്. എന്ത് പരീക്ഷ? ഏതപാടെ പരീക്ഷയ്ക്ക് പോവാട്ടോ. പഠിച്ചോ? ശരിക്കും പഠിച്ചു കേട്ടോ. ഇന്നലെ എന്നോട് പറഞ്ഞ് കേൾപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നേ. അപ്പോൾ വേറെന്താ പറയാൻ പിന്നെ, അപ്പോൾ ഞാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കട വരെ ഒന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ കൊച്ചിന് ഗിഫ്റ്റ് അയക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റിന് ബോക്സ് മേടിക്കാൻ വേണ്ടി പോവാണ്. ആരാ എന്താണെന്നൊക്കെ ഞാൻ പറയാവേ. നേരെ പോയി കടയിൽ ബോക്സ് മേടിച്ച് ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോയി അടയ്ക്കണം. അപ്പോഴത്തേക്കും ക്രിസ്റ്റി വരും. എപ്പോഴാണ് പരീക്ഷ തീരുന്നത്? 11:45 തുടങ്ങും. 11:45 തൊട്ട് 10:45 തുടങ്ങും. 12 മണിയാകുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോഴത്തേക്കും ഞാൻ എന്തായാലും സെറ്റ് ചെയ്യട്ടെ. ആദ്യത്തെ നിൽപ്പുണ്ട് കേട്ടോ. ബൈ. തന്നെ ഉള്ളൂടെ നീ ഇവിടെ സെറ്റ് ചെയ്യുന്നോ? അതുവരെ നീ തന്നെ നടന്നു കേട്ടോ. കൊണ്ടുവരണോ? ചുമ്മാ അവൻ എന്നെയും കൊണ്ട് കിടക്കുന്നത്, ഞാൻ അവനെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ അല്ലേടാ? അങ്ങനെ നമ്മൾ സിറ്റിയിലെത്തിയിട്ടുണ്ട്. ക്രിസ്റ്റി ഇതേ പോവും. ഞാൻ എന്നിട്ട് ഇതേ കടയിൽ പോയിട്ട് ഓക്കെ ബൈ. ചേട്ടാ, എനിക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ബോക്സ് തരാമോ? ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ. താങ്ക് യു. ഞാൻ വേഗം തന്നെ ഓടി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ബോക്സ് ആട്ടായിരുന്നു. ഇത്രയും വലിയ ബോക്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്കൊന്ന് ചെറുതാക്കാം. വേറെ നല്ല ജസ്റ്റ് ഒന്ന് സൈഡ് കണ്ടിച്ച് വിട്ടാൽ മതി. ഉണ്ടാവുമെന്നറിയില്ല, നോക്കാം. നമ്മളിത് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും വെച്ചിട്ട് പാക്ക് ചെയ്തില്ല, ഗിഫ്റ്റ് പേപ്പറൊന്നും. കാരണം ഞാൻ അവിടെ ഗിഫ്റ്റ് പേപ്പറൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ ഗിഫ്റ്റ് പേപ്പർ മേടിക്കാൻ പറ്റിയില്ല, ഞാൻ മറന്നുപോയി കേട്ടോ. കുഴപ്പമില്ല, ഇങ്ങനെ മതി, കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്കിത് അയക്കാം. കാരണം 11 മണിയാകുമ്പോഴത്തേക്കും ഇത് പോകും. ഇതുകൊണ്ട് ഇന്ന് അയച്ചാലേ നാളത്തെ കഴിഞ്ഞായിട്ട് അവിടെ ചെല്ലത്തുള്ളൂ. അപ്പോൾ 8-ാം തീയതിയാണ് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ആരുടെയെന്ന് പറയട്ടെ, നമ്മുടെ യൂട്യൂബറാണ്. പേര് ഡോറ ബുജി എന്നാണ് ഒരു യൂട്യൂബിൻ്റെ പേര്. ചേച്ചിയുടെ പേര് അശ്വതി, ചേട്ടൻ്റെ പേര് ബിനോയ്. അപ്പോൾ അവരുടെ ഒരു കുഞ്ഞു മോനുണ്ട്. അവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. 1 വയസ്സായി, ഗബ്രുക്കുട്ടൻ. അപ്പോൾ ചേച്ചിയുടെ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ചേച്ചീനെ കാണാൻ പോകണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ അവരെ കാണാൻ പോയി. കൊച്ചിന് 1 വയസ്സായി, എന്നിട്ടും കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. എന്തായാലും ഇത്രയും ദൂരം, ശാസ്താംകോട്ടയാണ് അവരുടെ വീട്. അപ്പോൾ അത്രയും ദൂരം എനിക്ക് ഇപ്പോൾ പോകാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ബേബിക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ച് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരെ. ഭയങ്കര പോസിറ്റീവായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒക്കെ നേരിടുന്ന ഒരു ഫാമിലിയാണ്. ചേച്ചിക്കും വയ്യാതിരിക്കുകയാണ്. അതുപോലെ കുഞ്ഞിനും ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദൈവം സഹായിച്ച് എല്ലാം മാറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുമോനെ ഇനി എന്തായാലും എനിക്ക് കാണാൻ പോകണമെന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും പോവാം. അപ്പം ഗിഫ്റ്റ് എന്തായാലും അവിടെ എത്തട്ടെ. അതിൻ്റെ സെറ്റപ്പായിട്ടൊന്നും ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ചേച്ചി കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കിത് അയച്ചിട്ട് വരാൻ പോയി. അപ്പോൾ 11 മണിക്ക് ഇവിടുന്ന് കൊണ്ടുപോകും സാധനങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും വേഗം പോയിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെട്ടിക്കുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിവേ നമുക്ക് പോയിട്ട് അയച്ചിട്ട് വരാം. നമുക്ക് അത്ര മോശമൊന്നുമല്ല കേട്ടോ ഗിഫ്റ്റ് ചെയ്തേക്കുന്നത്. അയച്ചു കേട്ടോ. വർക്കുള്ളതുകൊണ്ട് ഞാൻ വേഗം പോകുന്നു. അപ്പോൾ നാളെ പോകത്തുള്ളൂ, ഇന്ന് പോവില്ല, കാരണം സമയം പോയായിരുന്നു. അപ്പോൾ എന്തായാലും പോട്ടെ.
വീട്ടിൽ പോകാം. ഈ അങ്ങനെ സ്പീഡ് ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ. രാവിലെ വേറെ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല. ചോറുള്ളതുകൊണ്ട് ഞാൻ ചോറ് കഴിക്കലില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ഇപ്പി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പി ഒന്ന് ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചു കുറച്ച്. പിന്നെന്താ, പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. അപ്പം ഞങ്ങളിത് വെള്ളം പിടിക്കാനായിട്ട് വെള്ളം മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിലാദ്യം പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നോക്കുമ്പോൾ ഇത് നിറച്ചും അയ്യോ ഭയങ്കര ചെളി. അപ്പം വിചാരിച്ച് ഇനിയിപ്പോൾ ഇത് കുടിക്കാൻ എടുക്കാൻ കൊള്ളത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ബാത്റൂമിൽ എടുക്കാം. അപ്പം ബാത്റൂമിൽ എടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് തെളിയൊക്കെ വറ്റുമല്ലോ എന്ന് വിചാരിച്ചേ. പക്ഷെ എന്ത് ചെയ്യാനായി, വെള്ളം ഇങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ നമുക്കിതൊന്നിനും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് എന്തായാലും കളഞ്ഞിട്ട് പുതിയ വെള്ളം മഴയായതുകൊണ്ട് കിണർ മുഴുവനും അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഒട്ടും വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് മിനിച്ചേച്ചി നമ്മുടെ ക്രിസ്റ്റിയുടെ അമ്മയുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരു ബക്കറ്റ് നല്ല വെള്ളം മേടിച്ചു. അങ്ങനെ മേടിച്ചിട്ടാണ് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ പോയി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ താഴെ പഞ്ചായത്തിൻ്റെ അവിടെയുള്ള കൊണ്ടുവരും. ഇപ്പം എന്തായാലും നമുക്ക് വെള്ളം മേടിക്കും. നോക്കി ഇതാരുടെ ഇങ്ങനെ വെച്ച നീ എന്ത് ചെയ്ത്? ഞാൻ കുളിച്ചപ്പോ ചുമ്മാ ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഓർത്ത് ജെല്ല് തേച്ച് കാണും. അപ്പൊ ഞാൻ ഇച്ചിരി ഷേപ്പ് ആക്കിയതുള്ളൂ, വേറെ ഒന്നുമില്ല. കൊള്ളാം. അവിടെ അത്രയും ഭാഗം വെട്ടിക്കളയാൻ സൈഡിലില്ല. കോഴീനെ പോലെ ഒന്നും എനിക്ക് കണ്ടിട്ട് ഉണ്ടോ ഗൈസ്? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? കമന്റ് ചെയ്യേ. തിരിഞ്ഞ ഒരു സൈഡിലേക്ക് ഇത് ഇങ്ങനെ കാണിച്ചെത്തല്ല, ഇങ്ങനെ കോഴി കാണിക്കുന്നല്ലേ. ഇപ്പൊ കറക്റ്റ്. ഓക്കെ, അപ്പൊ ഞാനാട്ടോ വോയിസ് ചെയ്യുന്നേ. അത് 5 കൊലയും ഞാൻ പണ്ടല്ലേ സാർ. അയ്യേ സോറി, ഒന്നുകൂടി അത് 5 കൊലയും ഞാൻ പണ്ടേതാ സാർ. ആണോ? ഞാൻ തന്നെതാ പണ്ടിത്. എടാ ഇത് എന്താണേ ഞാൻ പറയുന്നതിന് മുമ്പ് ഇതല്ല ചെയ്യുന്നേ. 3, 2, 1 5 കൊലയും ഞാൻ പണ്ടതാണ് സാർ. എന്നാ ഞാൻ തന്നെ പണിട്ട് ഞാൻ ഒന്നും പണില്ല സാർ. ഒന്ന് പറഞ്ഞു തരണേ. നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ഗൈസ്. കുളിക്കാൻ പോവാ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ ചേച്ചി എന്നെ വിളിക്കണം കേട്ടോ. അപ്പോൾ അത്രയും നേരം ഞാൻ പോയി പഠിക്കട്ടെ. അപ്പോൾ ചേച്ചി വന്ന് വിളിക്കുമ്പോൾ ജോലിനെ വിളിക്കരുത്. ഞങ്ങളിടയ്ക്ക് മറ്റേ ഗെയിമൊക്കെ കളിക്കും കേട്ടോ. ഗെയിമിൻ്റെ പേരെന്താടാ? മിനി മിൽസ. അത് തന്നെ. കളിച്ചിട്ട് ഇപ്പോൾ കുറേ അല്ലേ? എൻ്റെ പ്രോ പ്ലെയർ എന്ന് പറയുന്നത് ജോയൽ തന്നെയാണ്. ഗെയിമിങ്ങിന് അവനാണ് പ്രോ. സെക്കൻഡ് ഞാൻ, തേർഡ് ചേച്ചി. ആകെ 3 പേരേ ഉള്ളൂ. 4 പേരുണ്ടായിരുന്നു, 4ാമത് പോയേനെ. അതെ, ആദ്യം ഉണ്ടായിരുന്ന ചേച്ചി 4ാമത് പോയേനെ. ആദ്യം ഒരു ദിവസം വന്നപ്പോൾ കളിച്ചായിരുന്നു, അതിൽ ഏറ്റവും അവസാനം ചേച്ചി 4th. അപ്പോൾ ചേച്ചി കുളിച്ച് വന്നുകൊണ്ട് ബാക്കി വീഡിയോ എടുക്കാട്ടോ. അപ്പോൾ ബൈ. ഐഫോൺ മേടിച്ചേട്ടോ. ഐഫോൺ കൊണ്ട് വന്നിട്ട് പറയാം എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞ് 5-6 ഫോട്ടോ എടുപ്പിച്ചിട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഐഫോൺ ഇത്രയും ചെറുത്. അതുകൊണ്ടാ. ഇതായിരുന്നു പണ്ടത്തെ ഐഫോൺ. നൈസാ. ഞാൻ ഇങ്ങനെ ഒരു പോസ് ചെയ്യാം. ഇതെന്നെ ഇൻസ്റ്റയിൽ ഇടുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് അടുത്തതായി കാണാം. വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗബ്രുക്കുട്ടൻ, നമ്മുടെ പിറന്നാൾ കാരണം കേട്ടോ. അപ്പോൾ എൻ്റെ ഗബ്രു മോനെ 1000 പിറന്നാൾ ആശംസകൾ നേരെയാണ്. അതുപോലെ തന്നെ എല്ലാവരും മോനെ വിഷ് ചെയ്യണം. ഏപ്രിൽ 8-ാം തീയതിയാണ് മോൻ്റെ ബർത്ത്ഡേ, അതായത് നാളെ. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി വിഷൊക്കെ ചെയ്യണം കേട്ടോ. അവരുടെ യൂട്യൂബ് ചാനൽ ഡോറാബുജി എന്നാണ്, അതും കാണുക, സപ്പോർട്ടൊക്കെ ചെയ്യുക. അതുപോലെ നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അവൻ്റെ കള്ളച്ചിരിയൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാം, എനിക്ക് കടിക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.